താലൂക്ക് ഓഫീസ് നാടിന് സമർപ്പിച്ചു. കല്ലുമല റെയിൽവേ മേൽപ്പാലം നിർമ്മാണം തുടങ്ങി. നിയമസഭാ മണ്ഡലത്തിൽ 2 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 5.2 കോടി ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ആധുനിക സംവിധാനങ്ങളുള്ള മാവേലിക്കര താലൂക്ക് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50.85 കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്ന കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനവുമാണ് മന്ത്രി നിർവഹിച്ചത്. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതി രൂപീകരണം നടത്തി, അതാണ് ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ആ ചുമതല ഭംഗിയായി നിർവഹിച്ചതുകൊണ്ടാണ് 35,000 കോടിയിൽ നിന്ന് 1 ലക്ഷം 2 ലക്ഷത്തിലേക്ക് എത്തി. ബഡ്ജറ്റ് മാത്രമല്ല, പദ്ധതിതരമായിട്ടാണ് കിഫ്ബി 1,10,000 കോടി രൂപയുടെ പ്രവൃത്തികളാണ് നമ്മൾ ഏറ്റെടുത്തത്. അപ്പൊ കേരള സംസ്ഥാനത്തിന്റെ 2026 പ്രവൃത്തിയുടെ ആകെ മൂല്യം 3 ലക്ഷം കോടി രൂപ. അപ്പൊ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് പ്രസക്തിയിലാണ് 3 ലക്ഷം കോടിയുടെ പ്രവൃത്തി നടക്കുകയാണ് ഈ വർഷം. നാടാകെ മാറി, എല്ലാ റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുന്നു. കൂറ്റൻ ആശുപത്രി കെട്ടിടങ്ങൾ, നിങ്ങൾക്ക് തന്നെ 132 കോടിയുടെ ആശുപത്രി കെട്ടിടങ്ങൾ, പ്രാഥമിക ആരോഗ്യ മെഡിക്കൽ കോളേജുകൾ, എല്ലാ ഗ്രാമീണ റോഡുകളും അതിന്റെ നിർമ്മാണത്തിൽ വലിയ മാറ്റം. എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടം, അതിനോട് വിശദീകരിച്ചു. എല്ലാ സർക്കാർ ഓഫീസ്, ഇന്നിപ്പോ താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ചെയ്യണം. ഇത് മാവേലിക്കര മാത്രമല്ല, കേരളത്തിലെ 140 അസംബ്ലികളിലും നടന്നുകൊണ്ടിരിക്കും. ചടങ്ങുകളിൽ MS അരുൺകുമാർ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, നഗരസഭാ അധ്യക്ഷ ലളിത രവീന്ദ്രനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മധുസൂദനൻ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടായിരുന്ന കെട്ടിടത്തിന് പകരം പുതിയ കെട്ടിടം നിലവിൽ വന്നത് 2018-19 ബജറ്റിലെ നിർദ്ദേശത്തെ തുടർന്നാണ്. 6000 ചതുരശ്ര അടി ഉണ്ടായിരുന്ന പഴയ കെട്ടിടത്തിന് പകരം 12,000 ചതുരശ്ര അടിയിൽ 3 നിലകളിലായാണ് പുതിയത് നിർമ്മിച്ചത്. LR തഹസീൽദാരുടെ ഓഫീസ്, മിനി കോൺഫറൻസ് ഹാൾ, ദുരന്ത നിവാരണ വകുപ്പ് സ്റ്റോർ റൂം, പാർക്കിംഗ് ഏരിയ എന്നിവയോട് കൂടിയ ഗ്രൗണ്ട് ഫ്ലോറും ഓഫീസ്, ലൈബ്രറി, റെക്കോർഡ് റൂം എന്നിവയുള്ള 1ാം നിലയും, കോൺഫറൻസ് ഹാൾ, ദുരന്ത നിവാരണ വകുപ്പ് പരിശീലന കേന്ദ്രം, റിക്രിയേഷൻ ഹാൾ എന്നിവയോട് കൂടിയ 2ാം നിലയുമാണ് കെട്ടിടത്തിലുള്ളത്. റവന്യൂ മന്ത്രി K രാജൻ ഓൺലൈനായി കെട്ടിടത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. 2021 സംസ്ഥാന ബജറ്റിലാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി കല്ലുമല റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് 38.22 കോടി രൂപ അനുവദിച്ചത്. RBDCK നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയും സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. പുതുക്കിയ അടങ്കൽ പ്രകാരം മേൽപ്പാലം നിർമ്മാണത്തിന് 10 കോടി രൂപ അധികമായി വേണ്ടി വന്നതിനെ തുടർന്ന് MS അരുൺകുമാർ MLA കിഫ്ബി അധികൃതരുമായി ചർച്ച നടത്തുകയും നവംബറിൽ കിഫ്ബി അധിക തുക ഉൾപ്പെടെ 48.33 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഇതിൽ 10.69 കോടി രൂപ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിന് നഷ്ടപരിഹാരമായി മാത്രം നൽകി. കല്ലുമല മേൽപ്പാലം പദ്ധതിക്കായുള്ള 3ാമത്തെ ടെൻഡർ നടപടിയിലാണ് കരാർ ഏറ്റെടുക്കപ്പെട്ടത്. നിലവിൽ സ്ഥലം ഏറ്റെടുക്കൽ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ്, റെയിൽവേ ലൈനിന് മുകളിലൂടെയുള്ള ഭാഗത്തെ നിർമ്മാണം അടക്കമുള്ള പ്രവൃത്തികളുടെ മുഴുവൻ തുകയും ചെലവാക്കുന്നത് കിഫ്ബിയാണ്.